കേരള PSC പരീക്ഷകളിൽ ശരിക്കും സോഴ്സ് അറിഞ്ഞ് പഠിച്ചാൽ വളരെ എളുപ്പമാണ് PSC ക്രാക്ക് ചെയ്യാൻ. 10th ലെവൽ എക്സാം ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ ജനുവരി 11 നടന്ന എക്സാം, 2025 ജനുവരി 11 നടന്ന എക്സാം നോക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് നിങ്ങൾക്കറിയാം, സുകുമാർ സെൻ. നമ്മൾ എത്ര തവണ പഠിച്ചതാണ്, എത്ര തവണ PSCക്ക് മുൻകാല ചോദ്യങ്ങളിൽ വന്നതാണ് സുകുമാർ സെൻ ആണെന്ന്. അതുപോലെ മറ്റൊരു ചോദ്യം നോക്കൂ, ഈ ചോദ്യവും എത്ര തവണ വന്നതാണ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിന് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്, അത് ഹേബിയസ് കോർപ്പസ് ആണ്. അതുപോലെ ഒരു ചോദ്യമല്ല, ഇതൊക്കെ മുൻകാലങ്ങളിൽ പലതവണ ചോദിച്ചതാണ്. എന്നാൽ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 15 അംഗങ്ങളുണ്ടെന്നും അവരിൽ ചിലരെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയും ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. പക്ഷെ ആ 15 പേര് ആരാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായും നിശ്ചയമുണ്ടോ? പലപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ 15 ആളുകളുടെ പേര് നിങ്ങൾ പുതുതായി പഠിക്കണം. ഇത്തരം ചോദ്യങ്ങൾ പണ്ട് കാലത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊരു പുതിയ ചോദ്യമാണ് ഈ അടുത്ത കാലത്ത്. അപ്പോൾ ആ 15 പേരുടെയും പേര് പഠിക്കുക എന്നുള്ളതാണ് ഒരു പുതിയ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. സാധാരണ ഹിമാലയത്തെ എടുക്കുമ്പോൾ നമ്മൾ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ആസാം ഹിമാലയം എന്ന് പറഞ്ഞ് ഹിമാലയത്തെ തന്നെ എന്താണ് കിഴക്കൻ ഹിമാലയം, കിഴക്കൻ ഹിമാലയത്തെയാണ് ഈ അസം ഹിമാലയം എന്ന് പറയുന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി വരികയാണ്. ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്? പുതിയ 9ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലാണ്. കാരണം കിഴക്കൻ ഹിമാലയത്തെക്കുറിച്ചും അസം ഹിമാലയത്തെക്കുറിച്ചും പുതിയ 9ാം ക്ലാസ്സിലെ പാഠം പറയുന്നുണ്ടെന്ന് ഡിസംബർ 25 എക്സാമിനും ഇത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. ഡെക്കാനിന് ദക്ഷിൺ എന്ന് പറയുന്നു അല്ലേ, ഒരു ദേശീയോദ്യാനത്തെക്കുറിച്ചുള്ള ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇനി കൂടുതൽ പ്രതീക്ഷിക്കാം 9ാം ക്ലാസ്സിലെ പാഠത്തിൽ നിന്ന്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ആ 9ാം ക്ലാസ്സിലെ പുതിയ പാഠങ്ങളിൽ നിന്നുള്ള അനുബന്ധ വസ്തുക്കൾ, ഈ ചോദ്യങ്ങളുമായിട്ടുള്ള അനുബന്ധ വസ്തുക്കൾ, കുറച്ച് മാത്സ് ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻ്റെ പേര് രഘുനന്ദനൻ MB. വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു നമ്മുടെ എന്ത് വരുന്നുണ്ട്, നമുക്ക് കൃത്യമായും ഒരു ഫ്രീ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഡെയിലി നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ കിട്ടും. ആ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ 2 തരത്തിലാണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടത് കിട്ടും. PSC ക്വസ്റ്റ്യൻ ബാങ്ക് ഇവിടെ നടത്തുന്നത് ഇപ്പോൾ PSC ക്വസ്റ്റ്യൻ ബാങ്കാണ്. 10th ലെവൽ എക്സാമിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും 2020 മുതൽ ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അനുബന്ധ വസ്തുക്കളും നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ആയി കിട്ടും ഈ സീരീസിലൂടെ. അപ്പോൾ ഇപ്പം നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി നടത്തുന്നതുകൊണ്ട് ആ ചോദ്യങ്ങളാണ്, അവിടേക്കാണ് കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ 2020 മുതൽ 2024 വരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് പോളായി ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാമിൽ കിട്ടും. അത് 2 തരത്തിലാണ്. ഒന്ന്, അതാത് നടക്കുന്ന എക്സാമിനോടനുബന്ധിച്ച് ഉള്ള മുൻകാല ചോദ്യങ്ങൾ. ഇപ്പോൾ 10th പ്രിലിംസ് ആണെങ്കിൽ 10th പ്രിലിംസിൻ്റെ മാത്രം ചോദ്യങ്ങൾ എടുത്ത്, അതിനോടൊപ്പം തന്നെ സബ്ജക്റ്റ് ഡീപ്പായി. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നിന്ന് ഏകദേശം നമ്മൾ 400-ലധികം ചോദ്യങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് മാത്രമായി പോൾ തന്നു കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ളത് തരും. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ പുരോഗതിയിൽ നിന്നാണ്. അടുത്തത് വിദേശ നയം, അതൊന്ന് തരും. അത് കഴിഞ്ഞാൽ വേറൊരു ടോപ്പിക് എടുക്കും. ഇതുകൂടാതെ എല്ലാ ദിവസവും എക്സാം, ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ തന്നിട്ട് അതിൽ നിന്ന് എക്സാം. അതുകൂടാതെ ഇന്നിപ്പോൾ ഓൺലൈൻ മോക്ക് എക്സാം ആണ്. ഇത് കൂടാതെ അതാത് നടക്കുന്ന പരീക്ഷകൾ, ഇപ്പോൾ പ്രിലിംസ് പരീക്ഷയാണെങ്കിൽ പ്രിലിംസ് പരീക്ഷകൾക്ക് മുമ്പായി നിങ്ങൾക്ക് മോക്ക് എക്സാമുകൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കോഴ്സ്, പിന്നെ അതിൻ്റെയൊക്കെ PDF. കംപ്ലീറ്റ് കോഴ്സ് ലഭിക്കുന്നതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാത്രമേ ചെയ്യേണ്ടൂ. നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. രണ്ടിലും ജോയിൻ ചെയ്യാൻ പറയാനുള്ള കാരണം, ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പോളുകൾ ധാരാളം വരും. അപ്പോൾ പോൾ അവിടെ നിന്നാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അന്ന് ചെയ്യാനുള്ള എക്സാമിൻ്റെ കാര്യം വിട്ടുപോയി എന്ന് വരാം. അവിടെ ഷെയർ ചെയ്ത PDF നിങ്ങൾക്ക് തട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലും ചെയ്യുക. അതല്ല, നമ്മൾ മെസ്സേജ് പിൻഡായിട്ട് വെച്ചിട്ടുണ്ടാവും, അത് മതി എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി. രണ്ടിൻ്റെയും ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? സുകുമാർ സെൻ ആണ്. ഓക്കെ, പല തവണ PSC ചോദിച്ചതാണ്. ഓക്കെ, ഇതൊക്കെ വെറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ചെയ്താൽ തന്നെ അത് നിങ്ങളുടെ മനസ്സിൽ കയറും. കാരണം അത്ര തവണ അത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആദ്യത്തെ
നിലവിലെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതും കൂടി ഓർത്തിരിക്കണം, അതും ചോദിക്കാറുണ്ട്. ജസ്റ്റിസ് MM പരീദ് പിള്ളയാണ്. മറ്റത് സുകുമാർ സെന്നാണ്, ഇത് MM പരീദ് പിള്ളയാണ്. ജസ്റ്റിസ് V സുബ്രഹ്മണ്യൻ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് കേട്ടോ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് ഓർത്തു വെച്ചോളൂ. അത് ആരാണ്? ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കേട്ടോ. ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. കേരള ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോൾ കേരള സംസ്ഥാനത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് എന്താണ്? പലതവണ ചോദിച്ചതാണ്. ഹേബിയസ് കോർപ്പസ്. എന്താണ് റിട്ട് എന്ന് പറയുന്നത്? മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മൗലികാവകാശങ്ങൾ ജസ്റ്റിഫയബിൾ ആണ്, ന്യായവാദാർഹമാണ്. അപ്പോൾ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ 5 എണ്ണമുണ്ട്. അതിൽ ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ട് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ്. ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായി ഒരാളെ തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അന്യായമായി തടങ്കലിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അയാളെ കോടതിയിൽ ഹാജരാക്കാൻ, ശരീരം ഹാജരാക്കുക എന്ന അർത്ഥമുള്ള റിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. മൻഡാമസോ, ഇപ്പോൾ ഒരു പൊതു ഉദ്യോഗസ്ഥൻ, ഒരു പബ്ലിക് സർവൻറ്റ് തൻ്റെ കടമ നിർവഹിക്കാൻ ഉത്തരവിടുന്ന റിട്ടാണ്. അയാൾ ആ കർത്തവ്യം നിർവഹിക്കുന്നില്ലെങ്കിൽ അയാളെ കൊണ്ട് ആ കർത്തവ്യം നിർവഹിപ്പിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മൻഡാമസ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയലാണല്ലോ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ, തടയുക. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കോ വാറന്റോ, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഒരു പൊതു ഓഫീസ് നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? കോ വാറന്റോ എന്ന് പറയുന്നത്. സെർഷ്യോറി എന്ന് പറഞ്ഞാൽ കൽപ്പന എന്ന് തന്നെയാണ് അർത്ഥം. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോറി. അപ്പോൾ സെർഷ്യോറി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്. കോ വാറന്റോ ഒരു വ്യക്തി, ഒരു പൊതു ഓഫീസ് നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന റിട്ട്. പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുന്നതിനെ തടയുന്ന റിട്ട്. മൻഡാമസ് ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ കടമ നിർവഹിക്കാൻ ഉത്തരവിടുന്ന റിട്ട്. ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുന്ന റിട്ട്. ഓക്കെ, ഇത്രയും റിട്ടുകളാണുള്ളത്, 5 റിട്ടുകൾ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ ആരെല്ലാം? അങ്ങനെ നമുക്കും അറിയാം, മലയാളികളായിട്ടുള്ള അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ഭരണഘടനാ നിർമ്മാണ സഭയിലെ 3 വനിതകളിൽ ഉൾപ്പെട്ട ആളുകളാണ്. അപ്പോൾ 1ഉം 2ഉം എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ 1 മാത്രം എന്ന് പറ്റില്ല. പിന്നെ എന്താ 1, 2, 3, അപ്പോൾ ഈ ഇതും ആവാം ഇനി അല്ലേ, അതിൽ ഇതും പറ്റില്ല. 1, 2, 1ഉം 3ഉം എന്തായാലും ഉണ്ടായിരിക്കണം. 1ഉം 3ഉം എന്തായാലും ഉണ്ടായിരിക്കണം. 1 അമ്മുസ്വാമി ആണ്, 2 ദാക്ഷായണി വേലായുധനാണ്. അപ്പോൾ ഇതിൽ 3ൽ ഏതെങ്കിലും ആവാം, 1ഉം 2ഉം, ഇത്രയും അറിയാം. പക്ഷേ ഇനി സരോജിനി നായിഡുവും രാജകുമാരി അമൃത് കൗറും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളായിരുന്നു ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം എന്നുള്ളതാണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ മലയാളികൾ ആരെല്ലാമാണ്? ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ് കേട്ടോ. 3 സ്ത്രീകൾ, ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ
3 മലയാളി വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകൾ എന്ന് പറയുന്നതിൽ ആരെല്ലാം ഉണ്ട്? അതിൽ അമ്മു സ്വാമിനാഥനും ആനി മസ്ക്രീനും ദാക്ഷായിണി വേലായുധനും ഉണ്ടല്ലോ, 3 ആളുണ്ടല്ലോ. ഇനി ബാക്കി 12 ആളുടെ പേരല്ലേ അറിയണ്ടുള്ളൂ. അതിലൊന്നാണ് ബീഗം ഐസ്വാസ് റസൂൽ. ബീഗം ഐസ്വാസ് റസൂൽ എന്ന് പറയുന്നത് ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏതൊക മുസ്ലിം വനിതയായിരുന്നു ബീഗം ഐസ്വാസ് റസൂൽ? അത് ഓർത്തു വയ്ക്കണം. ദുർഗാബായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുചേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഈ സരോജിനി നായിഡും സുചേത കൃപലാനിയും വിജയലക്ഷ്മി പണ്ഡിറ്റും നിങ്ങൾക്കറിയാലോ, വളരെ പ്രധാനപ്പെട്ട പേരുകളാണ്. രാജ്കുമാരി അമൃത് കൗർ ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. ആ പേരുകളുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് പരിചയമില്ലാത്തതാവും ചിലപ്പോൾ രേണുക റായ്, പൂർണിമ ബാനർജി, മാലതി ചൗധരി, ലീല റായ്, കമല ചൗധരി, ഹൻസ് രാജ് ജീവരാജ് മേത്ത, ദുർഗാബായ് ദേശ്മുഖ്, ബീഗം ഐസ്വാസ് റസൂൽ. ബീഗം ഐസ്വാസ് റസൂൽ എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യത്തെ ഏക മുസ്ലിം വനിതയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകത നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ ഇവരിൽ പലർക്കുമുണ്ട്. ഒന്ന്, ദാക്ഷായിണി വേലായുധനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയായിരുന്നു. 1946 ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ദാക്ഷായിണി വേലായുധൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. രാജ്കുമാരി അമൃത് കൗർ ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. എയിംസ് സ്ഥാപിച്ചത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക അവരാണ്. പിന്നെ നമുക്കറിയാം ബീഗം ഐസ്വാസ് റസൂൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിതയാണ്. ഐസ്വാസ് റസൂൽ എന്ന് പറയുന്നത് 1953 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ വനിതാ പ്രസിഡന്റായ ആദ്യ ഏഷ്യക്കാരും ഇന്ത്യക്കാരിയുമാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ്, ആദ്യത്തെ ഏഷ്യക്കാരിയുമാണ്. ആരെന്ന് പറയുന്നത്? വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. 1963 നമുക്കറിയാം ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു സുചേത കൃപലാനി. അതുകൊണ്ട് ഇന്ത്യയുടെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് സുചേത കൃപലാനിയാണ്. സരോജിനി നായിഡു നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ്. ആദ്യ വനിത നിങ്ങൾക്കറിയാം ആനി ബെസന്റ് ആണ്. പക്ഷെ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണ്. മഹാത്മാഗാന്ധി ബുൾബുൾ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. എന്താ വിളിച്ചത്? ബുൾബുൾ. അപ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ച് മനസ്സിലായി? സരോജിനി നായിഡുവിനെ കിട്ടിയില്ലേ? ഓക്കെ. അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംചംഭർവയാണ്. നംചംഭർവ. ഈ ഒരു ഭാഗത്ത് കൂടെ നിങ്ങൾ കടന്നു പോകണം. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദ്യങ്ങൾ ധാരാളം വരും. കാരണം ഈ ഭാഗം നന്നായി PSC കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ഉത്തര മഹാപർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഉത്തര മഹാപർവ്വതങ്ങളിലൂടെ എന്നോ ഉന്നത പർവ്വതങ്ങളിലൂടെ എന്നോ തുടങ്ങുന്ന പാഠം 1ാമത്തെ പാഠമാണ്. ആ പാഠത്ത് നിന്ന് വന്ന ചോദ്യമാണ്. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പം നമുക്കറിയാം പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. പണ്ട് ഈ പ്രാദേശിക വിഭജനം നമുക്ക് തന്നിരുന്നില്ല. അത് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം, ഇങ്ങനെ 3 ഹിമാലയങ്ങളാണ്. ഓക്കെ. ഇതാണ് പടിഞ്ഞാറൻ ഹിമാലയം, ഇതാണ് മധ്യ ഹിമാലയം, ഇതാണ് കിഴക്കൻ ഹിമാലയം. ഈ കിഴക്കൻ ഹിമാലയത്തെ അസാം ഹിമാലയം എന്നും പറയും. ഇപ്പം പടിഞ്ഞാറൻ ഹിമാലയത്തിലേക്ക് പ്രവേശിക്കാം. പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറഞ്ഞാൽ സിന്ധു നദി മുതൽ കാളി നദി വരെ കടക്കുന്ന പ്രദേശമാണ്. സിന്ധു നദി മുതൽ കാളി നദി വരെ കടക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. സിന്ധു മുതൽ കാളി വരെ കിടക്കുന്ന പ്രദേശം. ഇനി മധ്യ ഹിമാലയം, അപ്പം കാളി മുതൽ ടീസ്ത വരെ, ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ടീസ്ത വരെ
കാളി മുതൽ ടീസ്ത വരെയാണ് എന്തെന്ന് പറയുന്നത്? മധ്യ ഹിമാലയം എന്ന് പറയുന്നത് കാളി മുതൽ ടീസ്ത വരെയാണ്. ടീസ്ത മുതൽ ബ്രഹ്മപുത്ര വരെ ആണ് കിഴക്കൻ ഹിമാലയം അഥവാ ആസാം ഹിമാലയം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ ഓർത്തു വയ്ക്കാൻ? ഓക്കെ, അപ്പോൾ കാശ്മീർ ഹിമാലയം നമ്മൾ ആദ്യം കിഴക്കൻ ഹിമാലയം കിടക്കാം. ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി, ഗാഗ്ര നദിയുടെ പോഷക നദി. കാളി നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഗ്ര എന്ന് പറഞ്ഞാൽ ഗംഗയുടെ പോഷക നദി. ആ ഗാഗ്ര നദിയുടെ പോഷക നദി വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കാം. ഇങ്ങനെ കാശ്മീർ ജമ്മു കാശ്മീരും ലഡാക്കും അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് അവിടെ അല്ലേ. ഹിമാചൽ പ്രദേശ് അവിടെയാണ്. അതുകൊണ്ട് ഹിമാചൽ ഹിമാലയം വരും, ഉത്തരാഖണ്ഡ് വരും, മുകളിലുള്ള ഭാഗം ഇന്ത്യയുടെ മാപ്പിൽ. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ ഹിമാലയത്തെ 3ആയി വേർതിരിക്കാം. ഏതൊക്കെയായിട്ട് വേർതിരിക്കാം? കാശ്മീർ ഹിമാലയമെന്നും ഉത്തരാഖണ്ഡ് ഹിമാലയമെന്നും അതുപോലെ തന്നെ ഹിമാചൽ ഹിമാലയം എന്നും വേർതിരിക്കാം. ഏതു മുതൽ ഏതുവരെയാണ്? ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ കാളി നദി വരെ, ഗാഗ്ര നദിയുടെ പോഷക നദിയായ കാളി നദി വരെ. കാശ്മീർ ഹിമാലയത്തിൽ ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് കിടക്കുന്നത്. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഹിമാലയത്തിന് 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. നോക്കൂ, 7×5 ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണമെങ്കിൽ. മഞ്ഞുമൂടിയ കൊടുമുടികളുണ്ട്, താഴ്വരകളുണ്ട്, മലനിരകളുണ്ട് അല്ലേ. അവിടുത്തെ പ്രധാന പർവ്വത നിരകളെ ഓർത്തു വെച്ചോളുണ്ടു. കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ. കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ ഇതൊക്കെ കാശ്മീർ ഹിമാലയത്തിലാണ്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് K2, ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ മൗണ്ട് K2 ആണ്. ആ മൗണ്ട് K2വിൻ്റെ ഉയരം ഇവിടെ തന്നിട്ടുണ്ട് 8611 മീറ്റർ. ഓർത്തു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കാം. മൗണ്ട് K2വിൻ്റെ ഉയരം ഏത്? ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏത്? കാരണം എവറസ്റ്റ് നേപ്പാളിലാണ്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ്. അതിൻ്റെ ഉയരവും കൂടി ഓർക്കുക, 8611 ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയെന്നും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയെന്നും അതിൻ്റെ ഉയരം 8611 മീറ്റർ ആണെന്നും അതുപോലെ തന്നെ അത് എവിടെയാണ്? കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഈ കാരക്കോറവും സസ്കറും ലഡാക്കും പീർ പഞ്ചലും കാശ്മീർ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നതും എന്നും ഓർക്കുക. അപ്പം സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. അപ്പോൾ ഇവിടുത്തെ സിയാച്ചിൻ ഹിമാനിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. സിയാച്ചിൻ കൂടാതെ ബോൾട്ടോരോ തുടങ്ങിയ ഒരു ഹിമാനിയും കൂടിയുണ്ട്. അതും ഈ പ്രദേശത്തെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനിയാണ്. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ രവി, ജലം, ചിനാബ് തുടങ്ങിയവയും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്ന ചുരങ്ങളുണ്ട്. ആ പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവികമായ ഇടങ്ങളാണ് ചുരങ്ങൾ. അപ്പോൾ ചുരങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡെഫിനിഷൻ ചോദിക്കാം. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായമായ സ്വാഭാവികമായ ഇടങ്ങൾ. പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ആ ബനിഹാൽ ചുരം ഓർത്തു വയ്ക്കുക. അപ്പം ഇങ്ങനെ ചോദിക്കാം, ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരം ഏത് പർവ്വതനിരയ്ക്ക് കുറുകയാണ്? പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകയാണ്. ഓർത്തു വയ്ക്കുക, പീർപ്പാഞ്ചൽ, ബനിഹാൽ, ജമ്മു കാശ്മീർ. അപ്പോൾ അതും കാശ്മീർ ഹിമാലയത്തിലാണ്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുണ്ട്. ഈ ബനിഹാൽ ചുരം പരീക്ഷയ്ക്ക് വന്നു, ഈ അടുത്ത പരീക്ഷയ്ക്ക് വന്നു. ഈ 9ാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നാണ്.
ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ധാൽ. ധാൽ എന്ന് പറയുന്നത് ഇപ്പൊ കാശ്മീർ ഹിമാലയത്തിലാണ്. ഈ ധാലിന്റെ തീരത്താണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇത് പണ്ട് പരീക്ഷയ്ക്ക് ധാരാളം ചോദിക്കാറുള്ളതാണ്. ശ്രീനഗർ പട്ടണം ഏത് തടാകത്തിന് തീരത്താണ്? ധാൽ തടാകത്തിന് തീരത്താണ്. ധാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. അപ്പൊ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എവിടെയാണ് കാണുന്നത്? ശിഖാര തോണികൾ എവിടെയാണ് കാണുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അത് ധാൽ തടാകത്തിലാണ്. അതുപോലെ എന്താണ് മർഗുകൾ എന്ന് ചോദിക്കാം. എന്താണ് മർഗുകൾ? മർഗുകൾ എന്ന് പറഞ്ഞാൽ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്ന് പറയുന്നത്. എന്താണ് മർഗുകൾ? പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നറിയപ്പെടുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗുൽമർഗ് എന്ന് കേട്ടിട്ടില്ലേ? ആ ഗുൽമർഗ് എന്ന് പറഞ്ഞാൽ ഒരു പുൽമേടാണെന്നും ഇപ്പം മർഗ് എന്ന് പറഞ്ഞാൽ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നും വിചാരിക്കുക. സോൺമർഗും ഗുൽമർഗും ഇതിൽ ചിലതാണ്. അടുത്തതാണ് ഹിമാചൽ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ തന്നെ 3 ഹിമാലയങ്ങൾ നമുക്ക് വേർതിരിക്കാം. അതിലൊന്നാണ് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മറ്റൊന്നാണ് എന്തെന്ന് പറയുന്നത്? അടുത്തത് ഹിമാചൽ ഹിമാലയം. ആ ഹിമാചൽ ഹിമാലയം ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ്. മറ്റേ ജമ്മു കാശ്മീരും ലഡാക്കും ഉൾപ്പെടുന്ന ഭാഗം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഇവിടുത്തെ പ്രധാന നദികൾ ചിനാബ്, രവി, ബിയാസ് എന്നാണ്. ഈ പ്രദേശത്തും പർവ്വത നിരകളുണ്ട്. ദൗളാദർ, പീർ പഞ്ചൽ എന്നിവ. പീർ പഞ്ചൽ മറ്റോടത്തുണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ ദൗളാദർ ഇവിടെയാണ്. ദൗളാദറും പീർ പഞ്ചൽ എന്നിവ. ഇവിടെയും അനേകം ശുദ്ധജല തടാകങ്ങളുണ്ട്. ദാൽ തടാകം എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ്. പക്ഷെ ഇവിടെ ഉള്ളത് ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഇവയിൽ ചിലതാണ്. ഇവിടെ ഹിമാചലിൽ താലാണുള്ളത്. ചന്ദ്രതാൽ, സൂരജ് താൽ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലച്ച ലാ ചുരവും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇപ്പൊ ബാരാലച്ച ലാ ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ്. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. മറ്റിടത്ത് നമ്മളൊരു ചുരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ജമ്മു കാശ്മീരിനെ ആരുമായി ബന്ധിപ്പിക്കുന്ന ജമ്മു കാശ്മീരിനെ ചുരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിക്കുന്നുണ്ട് അല്ലേ? ജമ്മു പ്രദേശത്തെ കാശ്മീരിനുമായി ബന്ധിപ്പിക്കുന്ന ആ ചുരത്തിൻ്റെ പേര് ബനിഹാൽ ചുരമാണ്. പിർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകയാണ്. ഇവിടുത്തെ ചുരം ഏതാണ്? ഇവിടുത്തെ ചുരം 2 പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. ആ ചുരങ്ങൾ ബാരാലച്ച ചുരം, അത് കുളു താഴ്വരയെ ലാഹുൽ സ്പിതി അത് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. ആ ചുരത്തിൻ്റെ പേര് ബാരാലച്ച ലാ ചുരം. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരം. ആ ചുരത്തിൻ്റെ പേര് റോഹ്താങ് ചുരവുമാണ്. അപ്പോൾ കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കാൻ പറ്റുമോ? പറ്റും. നിങ്ങളിതൊക്കെ നോട്ടാക്കി വെക്കുക, നല്ല നല്ല കുറിപ്പുകളാക്കി വെക്കുക. ഈ കേട്ടത് ആ കുറിപ്പുകളാക്കി വെച്ച് നിങ്ങൾ ഓരോ ദിവസവും ഒറ്റ ദിവസം പഠിക്കാതെ ഓരോ ദിവസത്തിൽ എന്തെല്ലാം ഓർമ്മകളുണ്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക നിങ്ങളുടേതായ രീതിയിൽ. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ചുരം ഏതാണ്? കാശ്മീർ ഹിമാലയത്തിലെ ചുരം ഏതാണ്? ഹിമാചൽ ഹിമാലയത്തിലെ ചുരം ഏതാണ്? ഓക്കെ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ചുരം ഏതാണ് ഉണ്ടെങ്കിൽ അവിടുത്തെ നദികൾ ഏതാണ്? ഇതൊക്കെ ടേബിളാക്കി സെപ്പറേറ്റ് വെക്കുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഒരു ദിവസം ആദ്യം ഈ നോട്ടൊക്കെ എഴുതി ഒരു ദിവസത്തിനെ വർഗീകരിച്ചു. ഒറ്റ കൊണ്ട് ചെയ്യരുത്. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ പഠിക്കുന്ന സമയത്തല്ല. ആദ്യം നോട്ട് ഉണ്ടാക്കി, അത് പഠിക്കുന്ന സമയം. പിന്നീട് അതിനെ വർഗീകരിച്ചൊരു കടലാസിൽ എഴുതി വെച്ചു. ഒന്ന് ജസ്റ്റ് നോക്കി. അതിനടുത്ത ദിവസം നിങ്ങൾക്കിത് ഓർമ്മയിൽ വരുന്നുണ്ടോ ഈ ക്ലാസിഫിക്കേഷൻ? നിങ്ങൾ മറന്നുപോയ പോയിന്റുകൾ എന്തെല്ലാമാണ്? ഇങ്ങനെ ഓരോ ദിവസവും ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെത്താൻ കയറും. അല്ലാതെ ഒരു ദിവസം ഇരുന്ന് കാണാപ്പാടം പഠിച്ചത് ബോറടി പരിപാടിയാണ്. അപ്പം ആദ്യം
ഈ ക്ലാസ് കേൾക്കുക, നോട്ട് എടുക്കുക, പിന്നീട് ഇങ്ങനെ കിട്ടുന്ന പുതിയ വിവരങ്ങൾ വർഗീകരിക്കാൻ ശ്രമിക്കുക, ആ വർഗീകരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി ശൈത്യവും മഞ്ഞു വീഴയും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂട് നീരുറവകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഒരു പ്രത്യേകത അതിൽ ചൂട് നീരുറവകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുന്നു. ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂടുനീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ കാണാം. ഉദാഹരണത്തിന് സുബ്ര താഴ്വര, മണികിരൺ, ഗീർഗംഗ ചൂടുനീരുറവകളിൽ നിന്നുള്ള ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികിരൺ ചൂടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പഴയ കാലത്ത് PSC ചോദിച്ചിട്ടുണ്ട്. അന്ന് നമ്മളിത് ഒന്നില്ലെങ്കിൽ NCERTയിലെ ഭാഗവുമായി കണക്ട് ചെയ്താണ് പഠിക്കാറ്, അല്ലെങ്കിൽ +2-നുണ്ട് ഇത്. അതായത് മണികിരൺ ഭൗമ താപോർജ്ജ നിലയം എവിടെയാണ്? മണികിരൺ ഭൗമ താപോർജ്ജ നിലയം അത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. പക്ഷേ ഇപ്പം അത് 9ാം ക്ലാസ്സിലെ SCERT പാഠഭാഗത്തിലേക്ക് എത്തി. അതായത് ഹിമാലയത്തിൽ സുബ്ര താഴ്വര, മണികിരൺ, ഗീർഗംഗ ഇവിടെ ചൂടുനീരുറവകളുണ്ട്. ആ ചൂടുനീരുറവകളിൽ നിന്നുള്ള ചൂട് ഉപയോഗിച്ചുകൊണ്ട് ഭൗമ താപോർജ്ജം മണികിരൺ ഹിമാചൽ പ്രദേശിലാണ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അടുത്തതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞാൽ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കാളിയിലാണ് അവസാനിച്ചത് അല്ലേ, സിന്ധു നദി മുതൽ. ഇനി അവിടെ അതിൽ തന്നെ നമ്മൾ എവിടെ പഠിച്ചു? കാശ്മീർ ഹിമാലയം പഠിച്ചു. പിന്നീട് സിന്ധു നദി മുതൽ കാളി നദി വരെയുള്ളതിൽ അത് കഴിഞ്ഞ് നമ്മൾ ഹിമാചൽ ഹിമാലയം പഠിച്ചു. ഇപ്പം ഇനി നമ്മൾ അതിൽ തന്നെയുള്ള ഉത്തരാഖണ്ഡ് ഹിമാലയം പഠിക്കുകയാണ്. അത് സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കുഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പം ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കുഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടിട്ട് ഞെട്ടണ്ട, അത് വെറുതെ പേരെഴുതി വയ്ക്കും. ഇപ്പോൾ തൽക്കാലം നിങ്ങളൊരു 10 ദിവസത്തെ പരിപാടിയായിട്ട് എടുക്കുക. 10 ദിവസം കൊണ്ട് ഇതൊക്കെ പഠിച്ചെടുക്കും എന്നുള്ളൊരു ധാരണ ആദ്യം നോട്ടാക്കി എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ പറയാം ക്ലാസിഫൈ ചെയ്യുക ടേബിള്. എന്നിട്ട് ഒഴിവ് സമയങ്ങൾ ഓർക്കുക ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഉയരമേറിയ കൊടുമുടികൾ ഏതാ, കാശ്മീർ ഹിമാലയത്തിലെ ഉയരമേറിയ കൊടുമുടി ഏതാ, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷത. ചിലതൊക്കെ കിട്ടും, ചിലതൊക്കെ കിട്ടില്ല. സമയമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കുറിപ്പാക്കി വെച്ചാൽ നോട്ടൊന്ന് എടുത്ത് നോക്കുക. ഒഴിവ് സമയങ്ങളിൽ നോട്ടാക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതിനെ ക്ലാസിഫൈ ചെയ്യുക. ഏതെല്ലാം താഴ്വരകളുണ്ട്, അവിടെ ഏതെല്ലാം മറ്റേ പ്രധാനപ്പെട്ട കുന്നുകളുണ്ട്, ഏതെല്ലാത്തിനാണ് തടാകങ്ങളുള്ളത്. അപ്പോൾ തടാകങ്ങൾ ഒരു ഭാഗത്ത്, അത് ഏതൊക്കെ ഹിമാലയത്തിൽ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു നോട്ട് റെഡിയാക്കി വെക്കുക. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇത് മൊത്തം എന്ത് ചെയ്ത് നോക്കുക, റിട്രീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഇല്ലാത്തത് നോക്കുക. ഒരു 8-9-10 ദിവസം ആകുമ്പോൾ ഈ പേരുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഫെമിലിയറായി. ഇല്ലെങ്കിൽ പിന്നീട് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ എങ്ങനെയാണ് കോഡുകൾ ഉണ്ടാക്കി പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാറി മാറി പരീക്ഷിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് വിരസത വരില്ല, പഠനം ഒരു ആക്ടിവിറ്റി ആയി മാറും, തന്നെത്താൻ പഠിച്ചു പോകും. അപ്പോൾ സത്ലജ് മുതൽ കാളി നദി, ഇതിന് മറ്റൊന്നാണ് നമ്മുടെ ടെലിഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പോൾ നടക്കാറുണ്ട്. പോളുകളിലും അറ്റൻഡ് ചെയ്യുക. ഓക്കെ. ഇനി ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുമുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട് താൽ, നൈനിതാലും ഭീംതാലും ശുദ്ധജല തടാകങ്ങൾ. അപ്പം ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികൾ ഇവിടെയാണ്. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ. ഇത് പണ്ടുകൊണ്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പണ്ടത്തെ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ട്, പണ്ടത്തെ അല്ല ഇപ്പത്തെ, ഇനിയിപ്പം മാറും. ദൂണുകൾ, ദൂൺ എന്നാണ് അവിടെ
ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ എന്നാണ് ഇവിടെ ദേറാദൂൺ ഇതിൽ പ്രസിദ്ധമാണ്. അപ്പോൾ ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന താഴ്വരകളാണ് ദൂണുകൾ. ഇവിടങ്ങളിൽ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. മർഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പർവ്വത ചെരുവുകളിലുള്ള പുൽമേടുകളാണ്. ബുഗ്യാൽ എന്ന് പറഞ്ഞാൽ വേനൽക്കാല പുൽമേടുകളാണ്. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലായി പോവും ഈ ബുഗ്യാലുകൾ. പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും ഉണ്ട് എന്നോർക്കുക. ബുഗ്യാലും ആട്ടിടയന്മാരും ഒരു പ്രത്യേക ഭാഗം തന്നെയാണ്. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്ഗാർ മേഖലയിൽ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. ശൈത്യകാലത്ത് മഞ്ഞു മൂടിയ ബുഗ്യാലുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിലെത്തുന്നു. മഞ്ഞുകാലത്ത് ഇത് മഞ്ഞിനടിയിൽ കിടക്കുച്ച വേനൽക്കാലത്ത് അത് പുൽമേടായി മാറും. ഈ സമയത്താണ് ആട്ടിടയന്മാർ അവിടേക്ക് എത്തുക, ഈ ബുഗ്യാലുകളിലേക്ക് എത്തുക. താഴ്വാരങ്ങൾ വരണ്ടുരങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകൾ ഇവർക്ക് താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാലത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ അവർ വളരും. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. ഇതിനെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. അവർ കുറച്ചു കാലം ഈ ബുഗ്യാലുകളിലാണെങ്കിൽ പിന്നീട് താഴ്വാരങ്ങളിലായിരിക്കും അവരുടെ താമസം. ഇതിനെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്, ഇവരുടെ ദേശാടനത്തെ. ഇനി നമുക്ക് മധ്യ ഹിമാലയത്തിലേക്ക് കടക്കാം. സിന്ധു നദി മുതൽ കാളി നദി വരെയായിരുന്നു പടിഞ്ഞാറൻ ഹിമാലയം. മധ്യ ഹിമാലയം എന്ന് പറഞ്ഞാൽ കാളി നദി മുതൽ ടീസ്ത നദി വരെയാണ്. ടീസ്ത നദി വരെയുള്ള പ്രദേശമാണ്. അപ്പോൾ ടീസ്ത നദിയാണ് നിങ്ങൾ കാണുന്നത്. ഇതിനെ നേപ്പാൾ ഹിമാലയം എന്നും പറയാറുണ്ട്. ഈ മധ്യ ഹിമാലയത്തെ തന്നെ നമ്മൾ എന്തെന്നും പറയാറുണ്ട്? നേപ്പാൾ ഹിമാലയം എന്നും പറയുന്നുണ്ട്. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിലെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾക്കൊള്ളുന്നത്. ഇതിൽ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗും മാത്രമാണ് ഇന്ത്യയിൽ ഉൾക്കൊള്ളുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻജംഗയും നാഥുല ചുരവും ഒക്കെ തന്നെ എവിടെയാണ് അത് നിൽക്കുന്നത്? നേപ്പാൾ ഹിമാലയത്തിലാണ്. കുതിച്ചൊഴുകുന്ന ടീസ്ത നദിയും അതിൻ്റെ നദീതട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്തു തന്നെ ഇവിടുത്തെ തേയില കൃഷി ആരംഭിച്ചു. അപ്പോൾ നേപ്പാൾ ഹിമാലയം തേയില കൃഷിക്ക് പ്രത്യേകത ഉള്ളതാണ്. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഇനി അവസാനത്തേത് കിഴക്കൻ ഹിമാലയം. ഹിമാലയങ്ങളുടെ ഡിവിഷനിൽ ഏറ്റവും അവസാനത്തേതാണ് കിഴക്കൻ ഹിമാലയം. ആ കിഴക്കൻ ഹിമാലയം അപ്പോൾ ഏത് നദി മുതൽ ഏത് നദി വരെയാവും? ടീസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാവും കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്. അവിടെ അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പം മധ്യ ഹിമാലയം നമുക്കറിയാം നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് പോലെ ഇത് അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. കിഴക്കൻ ഹിമാലയം ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംചംബർവ. അതിൻ്റെ ഉയരവും തന്നിട്ടുണ്ട് 7756 മീറ്റർ ആണ്. ഓർത്തു വെച്ചോളൂ, നംചംബർവയുടെ ഉയരവും കൂടി ഓർത്തു വെച്ചോളൂ. ഇപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലെ ഉയരമേറിയ കൊടുമുടി നംചംബർവയാണ്. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻ, സിരി എന്നിവയാണ് പ്രധാന നദികൾ. ഇപ്പം ഈ ഭാഗം പഠിച്ചു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഈ ചോദ്യം എത്ര സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. കാരണം നിങ്ങൾ അസം ഹിമാലയ പർവ്വതങ്ങളിൽ നംചംബർവ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഉത്തരം എഴുതാം. ഓക്കെ, കണ്ടുവോ? അതാണ് ഈ ഭാഗത്ത് വന്ന ചോദ്യമാണ് എന്ന് പറയാനുള്ള കാരണം. അതിൻ്റെ ഉയരമടക്കം അവിടെ തന്നിട്ടുണ്ട് നംചംബർവയുടെ. ഇനി അടുത്തത് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. വളരെ ചുരങ്ങൾ ധാരാളം തന്നിട്ടുണ്ട്. ഈ ചുരങ്ങളുമായി ബന്ധപ്പെട്ട PSC പരീക്ഷ ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു ഈ പുതിയ പാഠത്തിൽ നിന്ന്.
അതിലെ കൊണ്ട് തന്നെ ഇതിലെ ചുരങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അരുണാചൽ പ്രദേശിലെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായി കാണപ്പെടുന്നതാണ് പൂർവാചൽ കുന്നുകൾ. ഇത് ഹിമാലയത്തിൽ പെടില്ലേ? ഇത് പൂർവാചൽ കുന്നുകളാണ്. അതിൻ്റെ അതിർത്തി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ശ്രദ്ധിച്ചു പോകണം. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ആണ് പൂർവാചൽ കുന്നുകൾ. വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. ഏതെല്ലാമാണ് പൂർവാചൽ കുന്നുകൾ? പട്കായി ഭൂമുണ്ട്, നാഗ കുന്നുകളുണ്ട്, മിസോ കുന്നുകളുണ്ട്, മണിപ്പൂർ കുന്നുകളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചിയും മൗണ്ട് സിൻഡ്രോവും എവിടെയാണ്? ഈ പൂർവാചൽ കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണിത്. കണ്ടോ, മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾ. ധാരാളം നദികളാണ് അത് മുറിച്ചു കടക്കുന്നതിനായിട്ട് മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണിത്. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ്. അടുത്തതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച കെയിംബിൾ ലഞ്ചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം. ഇതും ചോദിച്ചിട്ടുണ്ട്. കെയിംബിൾ ലഞ്ചാവോ കണ്ടോ? ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ഈ കടന്നു പോയ അടുത്ത് ഈ പാഠപുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം 7 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് വിവിധ പരീക്ഷകൾക്ക് വന്നു. അതുകൊണ്ടാണ് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരാൾ പറയുന്നത് ഞാൻ കേട്ടു, ഒരാൾ എന്നോട് സംശയം പറഞ്ഞിട്ടൊരു വീഡിയോ അയച്ചു തന്നു, ഇനിയുള്ള പരീക്ഷകൾക്കൊന്നും 9ാം ക്ലാസ്സിലെ പുതിയ പാഠത്തിന് ഒരു ചോദ്യവും വരില്ല എന്ന്. അത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് എവിടുന്ന് ചോദ്യം വരില്ല എന്നൊന്നും പറയില്ല, എവിടുന്ന് ചോദ്യം വരുമെന്ന് പറയാം. പക്ഷെ 9ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് നിങ്ങൾ എന്തായാലും ചോദ്യം വരുമെന്ന് ഉറപ്പിച്ചോ. ഏത് ഭാഗത്ത് ചോദ്യം വരില്ല എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. കാരണം ഒരു PSC പരീക്ഷ തയ്യാറാക്കുന്ന ആളെ എവിടുന്ന ഒരു ചോദ്യം ഉണ്ടാക്കുക? ഒരു 5 മുതൽ 10 വരെ ചോദ്യങ്ങൾ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. അത് ചിലപ്പോൾ 4 ആവാം 3 ആവാം, അതിൻ്റെ എണ്ണം കുറയാമെന്നുള്ളേ ഉള്ളൂ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ എവിടെ നിന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അധിക ചോദ്യങ്ങളും അതൊന്നും 9ാം ക്ലാസ്സിലെ ഈ പാഠമാണ്. ആ ഭാഗം അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അത് 9ാം ക്ലാസ്സിലെ ഈ പാഠഭാഗത്ത് വരും. വന്നിട്ടുണ്ട്. ഞാൻ ഉദാഹരണ സഹിതം ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അപ്പോഴും പറയും. അപ്പൊ കെയിംബിൾ ലഞ്ചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക്കാണ്. ഓർത്തു വയ്ക്കുക, ഒരു ചോദ്യമായിട്ട് വരാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക്, മണിപ്പൂരിലാണ്. അവിടെയാണ് കെയിംബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം, ചലിക്കുന്ന ദേശീയോദ്യാനം. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി. എന്താ പുംഡി എന്ന് ചോദിക്കാം. പുംഡി എന്ന് പറയുന്നത് എന്താണ്? പുംഡി എന്ന് പറയുന്നത് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുത്തുന്ന തുരുത്തുകളാണ് പുംഡികൾ. ഈ പുംഡികൾ ചേർന്നാണ് കെയിംബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം ഉണ്ടായിരിക്കുന്നത്. ആ കെയിംബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം ഈ പുംഡികൾ ചേർന്നാണ്. അതെവിടെയാണ്? ലോക്തക്കിലാണ്. അത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക്, മണിപ്പൂരിൽ. ഓക്കെ. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംഡികൾ ചേർന്നാണ് കെയിംബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസർ പട്ടികയിൽ പെടുന്ന ഇനം കൂടിയാണിത്. ഈ കെയിംബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം എന്ന് പറയുന്നത് തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇനം കൂടിയാണ് ഈ ദേശീയോദ്യാനം, ചലിക്കുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്നത്. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സെത്ര? ഈ ചോദ്യം ചെയ്യുമ്പോൾ ഈ പോയിന്റിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരം ചോദ്യം ചെയ്യുമ്പോൾ മാത്സ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ മാറ്റി നിർത്തരുതിട്ട്, അതൊക്കെ സിമ്പിളാണ്. നമ്മൾ ഒരുപാട് മാത്സ് ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. നിങ്ങൾ മാത്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലാസ് കാണുന്നു, ഈ ക്ലാസ് കണ്ടാൽ ഈ ചോദ്യം എഴുതിയിരിക്കുന്നു, സ്റ്റോപ്പ് ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് ഈ ചോദ്യം എഴുതിയിരിക്കുന്നു, ചോദ്യം എഴുതിയിരുത്തതിന് ശേഷം പ്ലേ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നു, ഇല്ലെങ്കിൽ പ്ലേ ചെയ്ത് ആ വഴി കാണുന്നു, അടുത്ത ചോദ്യം എഴുതുന്നു. അങ്ങനെ 3 ചോദ്യങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങളും ഈ ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് സ്വയം ചെയ്യാൻ പറ്റുമോ നോക്കണം.
നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുമോ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ വന്ന് കമന്റ് ഇട്ടോളൂ. ഞാൻ ഇതുപോലത്തെ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇവിടേക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. ഇപ്പൊ 12 വയസ്സ് കൂടുതലുണ്ടെങ്കിൽ 5 വർഷം മുമ്പും 12 വയസ്സ് കൂടുതലുണ്ടായിരിക്കും. എന്നെക്കാട്ടിൽ 6 വയസ്സ് മൂത്ത ഒരാൾക്ക് ഇക്കൊല്ലം 6 വയസ്സ് മൂത്തതാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം മുമ്പും അവരിനേക്കാൾ 6 വയസ്സ് മൂത്തതായിരിക്കും. അഥവാ അവരുടെ ഏജുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 6 ആയിരിക്കും. ഇവിടെ അവരുടെ ഏജുകൾ തമ്മിലുള്ള വ്യത്യാസം 12 ആണ്. അപ്പോ 5 വർഷം മുമ്പും 12 ആയിരിക്കും. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ്, സാബുവിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം, ഷീലനെ ഞാൻ ഇ എന്ന് വിളിക്കുന്നു, കാരണം 2 എസ് ആവണ്ട. അപ്പൊ സാബുവും ഷീലയും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 12 ആണ്. ഇനി 5 വർഷം മുമ്പ് ഉള്ള വയസ്സിന്റെ കാര്യം പറയണത്. 5 വർഷം മുമ്പുള്ള സാബുവിന്റെ വയസ്സാണ് എസും ഇയും, അത് തമ്മിലുള്ള വ്യത്യാസം 12. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. ഇങ്ങനെ എഴുതിക്കൂടെ? ഇപ്പൊ നോക്കൂ, ഈ 2 സമവാക്യങ്ങളിൽ നിന്നായി ഇത് എഴുതാനുള്ള കഴിവാണ് ആദ്യം വേണ്ടത്. ഇത് എഴുതി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നീ എസിന് പകരം ഇവിടെ 3 ഇ എന്ന് കൊടുത്താൽ മതി. 3 ഇന്ന് ഇ കുറച്ചാൽ 12. അപ്പൊ 2 ഇ എന്ന് പറഞ്ഞാൽ 12, ഇ എന്ന് പറഞ്ഞാൽ 12/2 6. അപ്പൊ ഈ 6 കിട്ടി. ഇതെന്ത് കിട്ടി? 6. ഇതെന്താ? ഷീലയുടെ വയസ്സാണ്. ഈ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തു. ഷീലയുടെ വയസ്സാണ്. എത്ര വർഷം മുന്നല്ലേ? 5 വർഷം മുന്നല്ലേ? അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും? ആ 6നോട് 5 കൂട്ടിയത് 6ഉം 5ഉം 11 എന്ന് കിട്ടും. സിമ്പിളായില്ലേ? ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു പ്രത്യേക കോഡ് ലവ് എന്നതിന് NQXG എന്ന് എഴുതിയിരിക്കുന്നു. ഉടനെ അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ LOVE ആണ്. അത് NQXG ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് L കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞാലാണ് N വരുന്നത്, LMN. അതുപോലെ തന്നെ O കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞാലാണ് Q വരുന്നത്, MNO കഴിഞ്ഞ് PQ, V കഴിഞ്ഞ് UVWX, E കഴിഞ്ഞ് FG. അപ്പൊ 2 ലെറ്ററിന്റെ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഹെയ്റ്റ് 2 ലെറ്റർ കൂട്ടണം. പെക്സിനോട് 2 ലെറ്റർ കൂട്ടുമ്പോൾ ജയിൽ തുടങ്ങുന്ന എത്ര ഉണ്ട്? ഇത് ജയിലല്ല. അപ്പൊ ഇത് പോയി, ഇത് ജയിലല്ല. അപ്പോ ഒക്കെ ജയിലാണ്. ബാക്കി 3 ജയിലാണ്. അപ്പൊ ജയിൽ അവിടെ നിർത്തും. ഇനി അത് കഴിഞ്ഞാൽ A ആണ്. A കഴിഞ്ഞാൽ 2 കൂട്ടുമ്പോൾ BC ആണ്. 3ലും C ഉണ്ട്, ഒരു നിവൃത്തിയില്ല. അടുത്തത് T കഴിഞ്ഞാൽ UV ആണ്. അപ്പോൾ അത് 3ഉം V വന്നിട്ടുണ്ട്. ഇവിടെ V അല്ല, അതുകൊണ്ട് ഒന്നും കൂടി പോയി. ഇനി ഈ F ആണോ G ആണോ നോക്കണ്ടു. E കഴിഞ്ഞാൽ F അല്ല, G അല്ലേ 2 കഴിഞ്ഞാൽ വരിക. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ D ആണ്. അടുത്തത് നോക്കൂ. അടുത്തൊക്കെ സിമ്പിൾ ആണ്. 1/2 × 1/2. നിങ്ങൾക്കറിയാം 1/2 ഇവിടെ ബോർഡ് മാസ് ആട്ടെ പ്രധാനം. ബോർഡ് മാസ് ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ നോക്കി, ഇല്ല. അടുത്ത് ഓഫ് ഉണ്ടോ നോക്കി, ഇല്ല. അടുത്ത ഡിവിഷൻ ഉണ്ടോ നോക്കി, ഇല്ല. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കി, ഉണ്ട്. 1/2 × 1/2. 1/2 1/2 തമ്മിൽ ഗുണിച്ചാൽ എത്രയാ? നമുക്കറിയാം 2 × 2 എത്രയാണ്? 4 ആണ്. 1 × 1 1 ആണ്. 1/4 പ്ലസ് 1/2. ഇനി നമുക്ക് മനസ്സുകൊണ്ട് കൂട്ടിക്കൂടെ? ഇതിന് ഗണിതക്രിയ വേണം. 1ൽ നിന്ന് 4 പോയാൽ എത്രയാ മക്കളെ? 3/4 അല്ലേ? 3/4നോട് അര കൂട്ടിയാൽ എത്രയാണ്? 1/4 അല്ലേ? ഇതൊക്കെ സിമ്പിളായ കണക്കല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ അറിഞ്ഞൂടെ? ഒരു ഫുള്ളിൽ നിന്ന് 4 പോയാൽ 3/4 ആണ്. 3/4നോട് അര കൂട്ടിയാൽ 1/4 ആണ്. സോ ഇവിടുത്തെ ഉത്തരം A ആണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? A ആണ്. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ അവസാനം വരെ കണ്ടെങ്കിൽ നിങ്ങളൊരു കമന്റ് രേഖപ്പെടുത്തുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ ക്ലാസ്സുകൾ അവസാനം വരെ കണ്ടുവച്ചാൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തിയാൽ നിന്ന് ക്ലാസ്സുകൾക്ക് ഗുണമാകുന്നുണ്ടോ, ഈ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളവർക്കൊന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ചൊക്കെ? നിങ്ങൾക്ക് ഉറപ്പായല്ലോ SCERT ബുക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിക്കേണ്ട രീതിയാണ് നമ്മൾ പഠിച്ചത്. കൂടുതൽ പഠിക്കേണ്ട ശൈലികളുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.